മൾട്ടിപ്പിൾ കോറിലേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പാർഷ്യൽ കോറിലേഷൻ. എന്താണ് പാർഷ്യൽ കോറിലേഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, 3 വേരിയബിൾ ഉണ്ടെങ്കിൽ ഒരു വേരിയബിൾ ഫിക്സ് ചെയ്ത് ബാക്കി 2 വേരിയബിൾ തമ്മിലുള്ള കോറിലേഷനാണ് പാർഷ്യൽ കോറിലേഷൻ. Partial correlation measures separately the relationship between 2 variables in such a way that effect of other related variables are eliminated. In other words, in partial correlation analysis, we aiming at measuring relationship between dependent variable and a particular independent variable by holding all variable constant. Thus, partial correlation coefficient measures the effect of its independent variable on the dependent variable. So let us define the partial correlation of y on x1 keeping x2 constant as small r y x1 dot x2 and partial correlation between y and x2 keeping x1 constant, that is r y x2 dot x1. അപ്പോൾ x2 കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ കോറിലേഷൻ ബിറ്റ്വീൻ y ആൻഡ് x1 ആണ് സ്മോൾ r x1. അതുപോലെ തന്നെ x1 ഫിക്സഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അതിൽ അപ്പോൾ വൈയും x2 തമ്മിലുള്ള കോറിലേഷനാണ് സ്മോൾ r y x2 ഡോട്ട് x1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇതാണ്. നമ്മൾ ഇന്നലെ ക്യാപിറ്റൽ മൾട്ടിപ്പിൾ കോറിലേഷൻ പഠിച്ചിരുന്നു. ഇതായിരുന്നു ഫോർമുല. അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാർഷ്യൽ കോറിലേഷൻ ഫോർമുലയാണിത്. ആർ വൈ എക്സ് വൺ ഡോട്ട് വൈ എക്സ് ടു ഈക്വൽ ടു ആർ സ്ക്വയർ വൈ ഡോട്ട് എക്സ് വൺ എക്സ് ടു മൈനസ് ആർ വൈ എക്സ് ടു സ്ക്വയർ ബൈ 1 മൈനസ് ആർ വൈ എക്സ് ടു സ്ക്വയർ. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോർമുല കാണുമ്പോൾ നമ്മൾ ആദ്യം മൾട്ടിപ്പിൾ കോറിലേഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് പാർഷ്യൽ കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് പാർഷ്യൽ കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ഫോർമുലയാണ് ഇതിവിടെ തന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പാർഷ്യൽ കോറിലേഷൻ യൂസിങ് ഓൺലി സാധാ യൂഷ്വൽ കോറിലേഷൻ. ആർ വൈ എക്സ് വൺ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ ബിറ്റ്വീൻ കാൾ പിയേഴ്സൺ കോറിലേഷൻ ബിറ്റ്വീൻ വൈ ആൻഡ് എക്സ് വൺ. ആർ വൈ എക്സ് ടു എന്ന് പറഞ്ഞാൽ കാൾ പിയേഴ്സൺ കോറിലേഷൻ ബിറ്റ്വീൻ y and x2. r x1 x2 എന്ന് പറഞ്ഞാൽ കാൾ പിയേഴ്സൺ കോറിലേഷൻ ബിറ്റ്വീൻ x1 ആൻഡ് x2. അപ്പോൾ ഈ ഫോർമുലയാണ് നമുക്ക് സാധാരണ എളുപ്പമായിട്ട് വരിക. കാരണം ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പകരം നേരിട്ട് സാധാരണ യൂഷ്വൽ കോറിലേഷൻ ഉപയോഗിച്ച് എന്താണ് ഈ മൾട്ടിപ്പിൾ പാർഷ്യൽ കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് തിയററ്റിക്കലി ഫോർമുല. ഇതാണെങ്കിലും അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇതിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ പ്രൂഫ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഈ ഫോർമുലാസ് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അതൊരു ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഉദാഹരണത്തിന് എന്താണ് നിങ്ങളുടെ കോറിലേഷൻ്റെ ബുക്ക് എടുക്കട്ടെ. അപ്പോൾ അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു. എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു പുസ്തകം ഇത് ഞാൻ സ്ക്രീൻഷോട്ട്, മറ്റേതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ തന്നു എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഫോർമുല കാണുന്നുണ്ട്, ഉണ്ടല്ലേ? ആർ സ്ക്വയർ 1. ഇത് മൾട്ടിപ്പിൾ കോറിലേഷൻ്റെ ഫോർമുലയാണ്. എന്തിൻ്റെ ബേസിൽ? സാധാരണ യൂഷ്വൽ എന്താണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ. ഇത് കാൾ പിയേഴ്സൺ കോറിലേഷൻ ബിറ്റ്വീൻ x1 ആൻഡ് x2. ഇത് കാൾ പിയേഴ്സൺ കോറിലേഷൻ ബിറ്റ്വീൻ x1 ആൻഡ് x3. ഇത് കാൾ പിയേഴ്സൺ കോറിലേഷൻ x2 ആൻഡ് x3. അപ്പോൾ ഈ ഫോർമുല ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് എന്താണ് എളുപ്പം ഉണ്ടാവുക. ഇന്നലെ നമ്മൾ പഠിച്ച ഫോർമുല അത് തിയററ്റിക്കലി ഒരു ഫോർമുലയാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുള്ള ഫോർമുല ഇതാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഇതിപ്പോൾ തന്നെ എടുത്ത് അയച്ചു തരാം.
ഇന്നലെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതേസമയം അത് സിംപ്ലിഫൈ ചെയ്ത ഫോർമുല പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലത് കേട്ടോ. കുറച്ചുകൂടി, കാരണം നിങ്ങൾ മെയിൻ സ്റ്റുഡൻസ് അല്ല, സബ്സിഡറി അല്ല. അപ്പോൾ ജസ്റ്റ് ഫോർമുലാസ് മാത്രം മതി. ഇതിൻ്റെ ഡെഫിനീഷനും പ്രൂഫ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഡിറൈവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതും ശരിക്കും കാൾ പിയേഴ്സൺ കോറിലേഷൻ്റെ ടേമിൽ തന്നെ മൾട്ടിപ്പിൾ കോറിലേഷനെ റെപ്രസെൻ്റ് ചെയ്തു. ഇന്നലെ പഠിച്ചാൽ നമുക്കറിയാം എന്താണ് ആ ഫോർമുലയിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാം, ഇത് നോക്കുമ്പോൾ അറിയാം B1 ഉം B2 ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആക്ടിവിറ്റിയാണ്. കാരണം ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്യണം, അതിന് ശേഷമാണ് ഇത് കണ്ടുപിടിക്കുക. പക്ഷെ അത് തിയററ്റിക്കൽ ലെവലിൽ നമുക്കത് ആവശ്യമാണ്, ഈ ഒരു ഫോർമുലയാണെന്നുള്ളത് ആവശ്യമാണ്. പക്ഷെ അതേസമയം പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഫോർമുല എഴുതിയാലും മതി, ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് അതിൻ്റെ അത്ര ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷനും പാർഷ്യൽ കോറിലേഷനും കണ്ടു. ഇനി അതിൻ്റെ 1-2 പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ കോറിലേഷൻ? ഇവിടെ വായിക്കാം. മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് മെഷേഴ്സ് ദ ക്ലോസ്നെസ് ഓഫ് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് ദ എക്സ്പെക്റ്റഡ് വാല്യൂസ് ഓഫ് ദ വേരിയബിൾ ഒബ്റ്റൈൻഡ് ഫ്രം ദ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഓഫ് ദ വേരിയബിൾ ഓൺ അതർ വേരിയബിൾസ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു y ഈസ് ഈക്വൽ ടു സം a പ്ലസ് bx1 പ്ലസ് bx2 എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മളൊരു ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഞാനൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് തന്നിരുന്നു. കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ എഴുതാം, ഒന്നും കൂടി എഴുതാം. y equal to a plus bx1 plus c b2 എന്ന് എഴുതാം. b2 x2 b1 x1 into x1 plus b2 into x2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വിചാരിക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ ഈ വൈയും അതുപോലെ തന്നെ x1ൻ്റെ x2ൻ്റെ ലീനിയർ കോമ്പിനേഷൻ തമ്മിലുള്ള കോറിലേഷനാണ് ഈ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂസ് when the expected values are calculated from the linear relation of the variable determined by the method of least square is always greater than that of the expected values are calculated from any other linear combination of the variables. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇപ്പോൾ നിങ്ങളിപ്പോൾ എഴുതണമെന്നില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ്. എന്താണ് അപ്പോൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്നൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും. അത് ഞാൻ വേറൊരു കാര്യം കാണിച്ചതിന് ശേഷം ആ പോയിന്റിലേക്ക് വരാം. എന്തായാലും നിങ്ങൾക്ക് ഞാനിത് സ്ക്രീൻഷോട്ട് തരാം, പോയിൻ്റായിട്ട് എഴുതാം. ലീസ്റ്റ് സ്ക്വയർ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞതിന് ശേഷം അത് വായിച്ചാൽ നിങ്ങൾക്കത് ക്ലാരിറ്റി കിട്ടും, കുറച്ചും കൂടി ക്ലാരിറ്റി. ഇനി അടുത്ത് ഇത് പ്രധാനപ്പെട്ടാണ്, മൂന്നാമത്തെ പോയിന്റ്. സിൻസ് r പോയിന്റ് 1.23, അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ ബിറ്റ്വീൻ y ആൻഡ് x1 x2, അല്ലെങ്കിൽ x1 ആൻഡ് x2 x3. 3 വേരിയബിൾ ഉണ്ട്. ഒരു വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ബാക്കി 2 വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ.
ഇതൊന്നും എഴുതണ്ട, ജസ്റ്റ് ഇത്ര എഴുതി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ 1.23 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആ ഫോർമുല ഒന്നുകൂടി കാണിക്കാം. നമുക്കറിയാം ഇത് ശരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഇത് ഫോർമാറ്റ് ആണെങ്കിലും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഒരു ഡാറ്റ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് അൺനോൺ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതിന് നമ്മൾ എറേഴ്സ് എന്നാണ് പറയുക. എറർ, ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ വിളിക്കാം, ഇത് 2, ഇത് 3, ഇത് x1 ആയിക്കോട്ടെ, നമുക്ക് കുറച്ചുകൂടി മീനിങ് ഫുള്ളായി. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ ആ തെങ്ങിനെ നമുക്ക് അതിൻ്റെ വളത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മഴയുടെ എഫക്റ്റ് ഉണ്ടാവും. അത് കൂടാതെ ഏതൊരു വിളയാണെങ്കിലും ഇതൊന്നുമില്ലാതെ ഒരു എറർ എഫക്റ്റ് ഉണ്ടാവും. ആ എറർ എഫക്റ്റാണ് ഈ 1.23 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ എറർ എഫക്റ്റാണ് ഈ 1.23 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഈ പുസ്തകത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്, മൾട്ടിപ്പിൾ സിമ്പിൾ കോറിലേഷൻ ബിറ്റ്വീൻ x1 ആൻഡ് E123 എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളിവിടെ കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് ഇത്ര മാത്രം മതി. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ 1.23 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് മൾട്ടിപ്പിൾ കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. അടുത്ത നാലാമത്തെ ഒരു പോയിന്റ് നമുക്കറിയാം. ഇത് 1 ആണെങ്കിൽ എന്താണ്, 0 ആണെങ്കിൽ എന്താണ്? 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 ആണെങ്കിൽ ഈ അസോസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡൻസ് പറയുന്നത് പെർഫെക്റ്റ് ആണ്. മനസ്സിലായില്ലേ? പെർഫെക്റ്റ് അസോസിയേഷൻ ആണ്. അതായത് 1 ആണെങ്കിൽ ഈ എറർ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തരാം. തന്നെ ഉണ്ടല്ലേ? ഈ ഒരു ഫിഗർ എടുക്കാം. ഈ ഒരു ഫിഗർ എടുക്കുമ്പോൾ നമുക്ക് ഈ ഡാറ്റകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷഫിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. ശരിക്കും ഈ എറർ ടൈം 0 ആണെങ്കിൽ, ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഇത് നോക്കണ്ട, ഈ ഡാറ്റ ഈ പ്ലെയിനിൽ കൂടെ അല്ല, കുറച്ച് മുകളിലേക്ക് താഴേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ എറർ ടൈം 0 ആണെങ്കിൽ, എങ്ങനെയായിരിക്കും? എറർ ടൈം 0 ആണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് കൃത്യം ഇങ്ങനെ തന്നെയായിരിക്കും. എല്ലാ പോയിന്റ്സും ഈ പ്ലെയിനിൽ തന്നെയായിരിക്കും. എറർ 0 ആണെങ്കിൽ ഈ എല്ലാ പോയിന്റ്സും ഈ പ്ലെയിനിൽ തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. പെർഫെക്റ്റ് കോറിലേഷൻ. ഇതിപ്പോൾ പെർഫെക്റ്റ് അല്ല, അത് പോയിന്റ്സ് എല്ലാം അപ്പുറം മുകളിലും താഴെയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എറർ ടൈം 0 ആയി കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. അപ്പോൾ നമ്മൾ പറയും എന്താണ്,
മൾട്ടിപ്പിൾ കോറിലേഷൻ ഈസ് 1 എന്ന് പറയും. കൃത്യം പെർഫെക്റ്റ് കോറിലേഷൻ ആണെന്ന് പറയും. അതുപോലെ മൾട്ടിപ്പിൾ കോറിലേഷൻ 0 ആണെങ്കിലോ അതാണ് നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് ഒരു ഫിഗർ ആയിരിക്കും. ഈ ഡാറ്റ ഒരു പ്ലെയിനിലൊന്നുമല്ല, വെറുതെ ഇങ്ങനെ അവിടെ എവിടേക്കായിട്ട് ഷഫിൾ ചെയ്ത് കിടക്കും. ഇതിപ്പോൾ മൾട്ടിപ്പിൾ കോറിലേഷൻ 0 ആയ കേസാവും സാധ്യതയുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ 0-നോട് ക്ലോസ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ കുത്തുകൾ ആ ഡാറ്റകൾ ഈ ഒരു പ്ലെയിനിലല്ലാത്തതുകൊണ്ട് അതിൻ്റെ മൾട്ടിപ്പിൾ കോറിലേഷൻ ഏതാണ്ട് ക്ലോസ് ടു 0 ആയിരിക്കും. ഇതിലാണെങ്കിൽ അത്ര 0 ആയിരിക്കില്ല, കാരണം പരമാവധി കുറേ എണ്ണം ആ പ്ലെയിൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് രണ്ട് ഇൻ്റർപ്രിട്ടേഷൻ, 4-മത്തെയും 5-മത്തെയും പോയിന്റ്. മനസ്സിലായില്ലേ? സോ എന്താണ്, x1 ഈസ് കംപ്ലീറ്റ്ലി അൺകോറിലേറ്റഡ് വിത്ത് ഓൾ അതർ വേരിയബിൾസ്. ഇൻ ദിസ് കേസ് the multiple correlation regression fails to throw any light on the value of x1 when x2 and x3 are known. അപ്പോൾ ഈ കേസിൽ എന്താണ്, നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഈ ഒരു ഫിഗർ ഉണ്ട്, അല്ലെങ്കിൽ നേരത്തെ കണ്ട ഫിഗർ ഏതാണ്, ഈ ഒരു ഫിഗർ കണ്ടാൽ ഒരു വാല്യൂ ഇവിടെയാണെങ്കിൽ അടുത്ത വാല്യൂ എവിടെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? കാരണം അത് പരമാവധി അൺകോറിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ കേസിൽ r=0 ആകുന്ന കേസിൽ നമുക്ക് ഈ പ്രഡിക്ഷൻ നടക്കില്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ x2ഉം x3യും തന്നാൽ നമുക്ക് x1 കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? അതാണ് ഈ ഒരു ഇക്വേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എയും b1ഉം b2 ഒക്കെ നമുക്ക് വേറെ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അതായത് ഞാൻ വളരെ ഫണ്ടമെൻ്റലാണ് പറയുന്നത്. ഒരു റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു, ആ ഇക്വേഷൻ ഇങ്ങനെയാണ്, ഇതാണ് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ വിചാരിക്കുക. ഇത് എററാണ്. ഇപ്പോൾ നമ്മൾ തെങ്ങൊക്കെ നട്ട് കഴിഞ്ഞാൽ വളത്തിൻ്റെ എഫക്റ്റാണ് B1, വെള്ളത്തിൻ്റെ എഫക്റ്റാണ് B2. അതല്ലാതെയും വെറുതെ നട്ടാലും കുറച്ച് തേങ്ങ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതിനെയാണ് പറയുക എറർ എഫക്റ്റ്. അല്ലെങ്കിൽ അവിടെ ഒരു എന്തെങ്കിലും ജന്തുക്കൾ ചത്ത് ചീഞ്ഞ് കിടപ്പുണ്ടാവും അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ അടിയിൽ, അത് നട്ട സ്വാഭാവികമായിട്ട് കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും. അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ വെള്ളം ഒലിച്ച് വന്നിട്ട് ആ ഒരു തെങ്ങിൻ്റെ തടത്തിൽ കുറേ വളം, നമ്മൾ കൊടുക്കാത്ത വളം വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ അതിന് കുറച്ച് എഫക്റ്റ് കിട്ടും. ആ എഫക്റ്റുകളെല്ലാം അങ്ങനെയുള്ള വേരിയേഷൻ വരുന്നതിനാണ് ഈ എറർ എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്, നമ്മൾ കൊടുക്കുന്നതാണ് ഈ B1ഉം B2ഉം ഒക്കെ. പക്ഷെ ഇത് എററാണ്. ഇത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇത് കോൺസ്റ്റൻ്റ് പറഞ്ഞാൽ നമ്മൾ വളം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും എറർ ഇല്ലാതെയും വെച്ചാലും എങ്ങനെ നട്ടാലും തെങ്ങ് ഒരു രണ്ട് തേങ്ങ കായ്ക്കും. മനസ്സിലായി? അത് അങ്ങനെയുള്ളതാണ് എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ 1-2 പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി വളരെ ബ്രീഫായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. ഇതിപ്പോൾ പുസ്തകത്തിലായതുകൊണ്ട് എലോബറേറ്റ് ചെയ്താണ് കിടക്കുന്നത്. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മോഡൽ, ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മോഡൽ ഇങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പോയിന്റ് എന്താണ്, ഇതാണ് ആ പോയിന്റ്. മനസ്സിലായില്ലേ? മൾട്ടിപ്പിൾ R1.23 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ കോറിലേഷൻ ബിറ്റ്വീൻ x1 ആൻഡ് x2, സിമ്പിൾ കാൾ പിയേഴ്സൺ കോറിലേഷൻ ബിറ്റ്വീൻ x1 ആൻഡ് x3, സിമ്പിൾ കാൾ പിയേഴ്സൺ കോറിലേഷൻ ബിറ്റ്വീൻ x2 ആൻഡ് x3. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ്റെ പ്രോപ്പർട്ടീസ്. ഇത് വളരെ ബ്രീഫായിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ നോട്ടിൽ എഴുതണം. ഞാനിപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ഇടാം. എല്ലാം ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു പാർഷ്യൽ കോറിലേഷൻ പറഞ്ഞു അല്ലേ? പാർഷ്യൽ കോറിലേഷനിൽ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് പാർഷ്യൽ കോറിലേഷൻ? ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അതിനൊക്കെ നിങ്ങൾ ആ ഫോർമുല മാത്രം പഠിക്കുക. ഇതാണ് ആ ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു പാർഷ്യൽ കോറിലേഷൻ ബിറ്റ്വീൻ x1 x2 കീപ്പിംഗ് x3 കോൺസ്റ്റൻറ്റ്. ഇതാണ് പാർഷ്യൽ കോറിലേഷൻ. അത് നമ്മുടെ മറ്റേ പുസ്തകത്തിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും തരുന്നില്ല. അതുപോലെ തന്നെ ബാക്കി 2 എക്സ്പ്രഷൻ കൂടി. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇത് പാർഷ്യൽ കോറിലേഷൻ ബിറ്റ്വീൻ x1 ആൻഡ് x3 കീപ്പിംഗ് x2 കോൺസ്റ്റൻറ്റ്. ഇത് പാർഷ്യൽ കോറിലേഷൻ ബിറ്റ്വീൻ x2 ആൻഡ് x3 കീപ്പിംഗ് x1 കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെയാണ് ഇൻഡെക്സുകൾ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത്. പാർഷ്യൽ കോറിലേഷൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ജസ്റ്റ് ആ പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രം പഠിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇഫ് R12.3 = 0 വി ഹാവ്. അപ്പോൾ ഇത് 0 ആയാൽ എന്താ സംഭവിക്കുക? ഇവിടെ ലെഫ്റ്റ് സൈഡ് 0 ആയി കഴിഞ്ഞാൽ R12 മൈനസ് R13 × R23 = 0. അതായത് R12 = R13 × R23 എന്ന് എഴുതാം. അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? അതിവിടെ എഴുതാം. R12 = R13 × R23. അതുപോലെ തന്നെ ഓക്കെ, അത് മതി, ഇത്ര മതി. ഇതൊക്കെ ഹയർ ലെവലിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ പോയിൻ്റ് 1ഉം പോയിൻ്റ് 2 മാത്രം പഠിക്കുക. പാർഷ്യൽ കോറിലേഷൻ്റെ പോയിൻ്റ് 1ഉം പോയിൻ്റ് 2. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് നല്ലതാണ്, കാരണം പാർഷ്യൽ കോറിലേഷൻ ഗോയിങ് ടു ഹെൽപ്പ് ടു ഇൻ ഡിസൈഡിങ് വെദർ ടു ഇൻക്ലൂഡ് ഓർ നോട്ട് ആൻ അഡീഷണൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ റിഗ്രഷൻ അനാലിസിസ്. അപ്പോൾ നമ്മളൊരു തിയറിയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ 2 വേരിയബിളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. മൂന്നാമതൊരു വേരിയബിൾ കൂടിയാൽ നല്ലതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി പാർഷ്യൽ കോറിലേഷൻ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, വളവും വെള്ളവും 2 വേരിയബിളായി എടുത്തു. അതുപോലെ തന്നെ നമുക്ക് എന്താണ് സോയിൽ ഫെർട്ടിലിറ്റി മൂന്നാമതൊരു വേരിയബിളാണ്, സോയിൽ ഫെർട്ടിലിറ്റി. അപ്പോൾ അത് വേണമെങ്കിൽ ഈ എന്താണ് കോറിലേഷൻ റിഗ്രഷൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള ഫോർമുലാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 3 പോയിന്റ്സ് മാത്രം നിങ്ങളിതിൽ ഉപയോഗിച്ചാൽ മതി. അടുത്തുള്ളത് കുറച്ച് ഹയർ ആണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 1, 2, 3. ഓക്കെ, ഞാനതൊന്ന് സ്ക്രീൻഷോട്ട് ഇടാം. എന്തെങ്കിലും സംശയം ഉണ്ടോ അതിൽ? മൾട്ടിപ്പിൾ കോറിലേഷൻ പാർഷ്യൽ കോറിലേഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഗായത്രി മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അമൽ യെസ് സർ. ക്ലിയർ ആണോ? സർ അമൽ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് സർ. അപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ എന്താന്ന് മാത്രം പഠിച്ചാൽ മതി. എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ഫോർമുല, പിന്നെ പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 പ്രോപ്പർട്ടി കൂടി ഉണ്ട്, കണ്ടില്ലേ? അതായത് ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷനും അതുപോലെ പാർഷ്യൽ കോറിലേഷൻ നമ്മൾ പറഞ്ഞു. നേരത്തെ ഞാൻ വേറെ പുസ്തകത്തിലൊരു ഫോർമുല കാണിച്ചു, ഇത് കണ്ടില്ലേ? ഇത് ശരിക്കും മൾട്ടിപ്പിൾ കോറിലേഷനും ഇത് പാർഷ്യൽ കോറിലേഷനാണ്, ഇത് മൾട്ടിപ്പിൾ കോറിലേഷനാണ്. കൂടാതെ ഇത് സാധാരണ സിമ്പിൾ കാൾ പിയേഴ്സൺ കോറിലേഷൻ കൂടിയുണ്ട്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം, മൾട്ടിപ്പിൾ കോറിലേഷനും പാർഷ്യൽ കോറിലേഷൻ തന്നാൽ അവ തമ്മിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവ തമ്മിൽ ഒന്നുപയോഗിച്ച് മറ്റൊന്ന് എഴുതാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ആൻസറാണ് അടുത്ത മൾട്ടിപ്പിൾ കോറിലേഷൻ ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. മനസ്സിലായില്ലേ? ഇത് നോക്കിയേ, 1 പോയിന്റ്, ഇതാണ് ഈ ഫോർമുല. 1 പോയിന്റ് നിങ്ങൾ പ്രൂഫ് ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് വേണമെങ്കിൽ പഠിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ജസ്റ്റ് ഈ ഫോർമുല മനസ്സിലാക്കി വെക്കുക. എന്താണ് 1 മൈനസ് R1.23 സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് R12 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് R13.2 സ്ക്വയർ. അപ്പോൾ ഇതൊരു റിലേഷനാണ്. അപ്പോൾ ഇത് ക്യാപിറ്റൽ R മൾട്ടിപ്പിൾ കോറിലേഷനാണ്. ഈ റൈറ്റ് സൈഡിലുള്ള R12 സിമ്പിൾ കോറിലേഷനാണ്, R13.2 പാർഷ്യൽ കോറിലേഷൻ. അപ്പോൾ ഇവ തമ്മിലൊരു ബന്ധം. അപ്പോൾ അതിൻ്റെ
പ്രൂഫിന് വേണ്ടിയിട്ട് പ്രൂഫ് വേണം എന്താണെന്ന് പഠിച്ചാൽ മതി കേട്ടോ. പ്രൂഫ് വേണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ റെഫർ ചെയ്യാമെന്ന് മാത്രം എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. നിങ്ങൾ മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അറിയുന്ന കാൽക്കുലേഷൻ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കി പോകാമെന്ന് മാത്രം കേട്ടോ. ഒന്ന് പ്രൂഫ് എങ്ങനെയാണ് അത് വന്നേ, സ്വാഭാവികമായിട്ട് ചിലർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും, ഇതെങ്ങനെ ഈ ഇക്വേഷൻ കിട്ടിയേ. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. 1 - നമ്മൾ നേരത്തെ R123ൻ്റെ ഒരു ഫോർമുല കണ്ടിരുന്നു. ഞാനത് ഡ്രാഗ് ചെയ്തുകൊണ്ട് തൽക്കാലം വാട്സപ്പിൽ നിന്ന് തന്നെ എടുക്കാം. ഈ ഒരു ഫോർമുല നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഈ ഒരു ഫോർമുല ഇത് ജസ്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താവും? ഇതുണ്ടോ, 1 - R12² പ്ലസ് R13² മൈനസ് 2R12 R13 R23 ഡിവൈഡ് ബൈ 1 - R23². അത് നമുക്ക് ഇങ്ങനെ ഇതിന് ഈ താഴെയുള്ള 1 - R23നെ ഇടതുവശത്തേക്ക് കൊണ്ടുവരാം. 1 - R23² മൈനസ് പിന്നെ മുകളിലുള്ള എല്ലാം. അപ്പോൾ ഇവിടെ മൈനസ് വരും, ഈ പ്ലസ് ഈ മൈനസ് ചേർന്ന് മൈനസ് ആവും, ഈ മൈനസ് ഈ പ്ലസ് കൂടി ചേർന്ന് പ്ലസ് ആവും, അങ്ങനെ ഡിവൈഡ് ബൈ 1 - R23². അത് ജസ്റ്റ് അതാണ് ആദ്യത്തെ ഫോർമുല, മനസ്സിലായില്ലേ? അതിങ്ങനെ എഴുതിയെന്ന് മാത്രം. 1 - R12² ഇൻറ്റു 1 - R13.2² എന്ന് എഴുതിയെന്ന് മാത്രം. അതിൻ്റെ കാരണം R1 -R13.2² എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - R13.2² നമുക്ക് മുകളിൽ നിന്ന് എടുത്തിട്ട് വരാം. R13.2² എന്താണ്? R13 മൈനസ് R12 ഇൻറ്റു R23 ഡിവൈഡ് ബൈ 1 - R12² ഇൻറ്റു റൂട്ട് ഓഫ് 1 - R3². ഇത് സ്ക്വയറും ഈ റൂട്ടൊക്കെ പോവും, മുകളിൽ സ്ക്വയർ വരും. അപ്പോൾ അത് ജസ്റ്റ് അവിടെ കണ്ടോ, മുകളിൽ സ്ക്വയർ വന്നു, താഴെ റൂട്ടൊക്കെ പോയി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതങ്ങ് സിംപ്ലിഫൈ ചെയ്തു. അതങ്ങ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ്? ഇവിടെ നോക്കുക, എന്താണ് ഇവിടെ 1 - R1.23² എന്ന് പറഞ്ഞാൽ 1 - R23² മൈനസ് R12² മൈനസ് R13² പ്ലസ് 2R1R2 ഇൻറ്റു 1 - R13 R23 1 - R23². ഓക്കെ, അപ്പോൾ 1 - R23² അല്ലെങ്കിൽ ദിസ് ഡിവൈഡ് ബൈ 1 - R23² പകരം നമുക്ക് എന്തെന്ന് എഴുതാം? ആ ടൈം തന്നെയാണ് മുകളിൽ കിടക്കുന്നത്, ആ ടൈം തന്നെയാണ് മുകളിൽ കിടക്കുന്നത്. ഇവിടെ ഒരു സാധനം പ്രിൻറ്റിങ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊഴികെ, അതായത് എന്താണ് ഈ താഴെ കിടക്കുന്ന 1 - R2²നെ താഴെ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, മനസ്സിലായില്ലേ? താഴെ കിടക്കുന്ന 1 - R2²നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ബാക്കിയുള്ള ടേം, ഈ ബാക്കിയുള്ള ഈ മുകളിലുള്ളതും ഈ താഴെയുള്ളതിലുള്ള ടേം ആണ് യഥാർത്ഥത്തിൽ ഇവിടെ കിടക്കുന്നത്, മനസ്സിലായില്ലേ? അതായത് ഇത് അങ്ങനെ ആവുമ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 1 - താഴെ കിടക്കുന്ന 1 - R2² ഇൻറ്റു 1 - R13.2² എന്ന് എഴുതാം. അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്ര മതി നമ്മുടെ എന്താണ് കോറിലേഷൻ്റെയും മൾട്ടിപ്പിൾ കോറിലേഷൻ്റെയും പാർഷ്യൽ കോറിലേഷൻ്റെയും ഫോർമുല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ വളരെ ഹൈ ആണ്, അതുകൊണ്ട് ഞാൻ അതൊന്നും നിങ്ങളോട് പഠിക്കാൻ പറയുന്നില്ല. ജസ്റ്റ് ആ റിലേഷൻഷിപ്പുകൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് ക്ലിയർ ആണത്? ഇപ്പോൾ പറഞ്ഞ ഐശ്വര്യമായ ദിയ എലിസബത്ത്, ക്ലിയർ ആണോ? ചെറിയ ചെറിയ സ്റ്റെപ്പുകളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ 1 - R123² എഴുതി, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചു. അതുപോലെ 1 - R13.2² എഴുതി, അത് 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത് എന്താണ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ ഇതൊഴികെ ബാക്കിയുള്ളതെല്ലാം ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, 1 മൈനസ് R12 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് R13.2 സ്ക്വയറിന് പകരം ഇതാണ് നിൽക്കുന്നത്, റൈറ്റ് സൈഡിലുള്ള മുകളിലുള്ളതും താഴത്തെ രണ്ടാമത്തതും. അപ്പോൾ ആ മുകളിലുള്ളതും താഴത്തെ രണ്ടാമത്തും ഇവിടെ കിടക്കുന്നുണ്ട്, ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട് മുകളിൽ ക്യാപിറ്റലിൻ്റെ അവിടെ. അപ്പോൾ അതിന് പകരം നമ്മൾ 1 മൈനസ് R13.2 സ്ക്വയറും ഇൻറ്റു 1 മൈനസ് R12 സ്ക്വയർ എന്ന് എഴുതി. അതാണ് അതിൻ്റെ സ്റ്റെപ്പ്. അപ്പം ഞാൻ തൽക്കാലം ഇന്ന് ഇത്ര മതി. അപ്പോൾ ഈ ഫോർമുലാസും ഞാൻ പറഞ്ഞ 1-2 പ്രോപ്പർട്ടീസും ഒക്കെ ഇത് നമുക്ക് വേറെ പുസ്തകങ്ങളിലൊന്നും അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പുസ്തകത്തിൽ ഞാൻ എടുക്കുന്നത് കേട്ടോ. സാധാരണ BSc സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ